ഹലോ പോസിറ്റീവ് സോൾസ്, വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാരറ്റ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം മെയ് മാസം നിങ്ങൾക്ക് എങ്ങനെയാണ് എന്നുള്ളതാണ്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വാട്സപ്പ് നമ്പറും മറ്റു ഡീറ്റെയിൽസും ആണുള്ളത്. വാട്സപ്പ് വഴി മെസ്സേജ് ചോദിക്കാവുന്നതാണ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. പൈൽ നമ്പർ 1 ഗ്രീൻ കളർ പെൻ ആണെങ്കിൽ പൈൽ നമ്പർ 1, ഗ്രേ ആണെങ്കിൽ പൈൽ നമ്പർ 2 ആൻഡ് റെഡ് ആണെങ്കിൽ പൈൽ നമ്പർ 3. സോ ഇതിൽ ഏതാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത്, അതാണ് നിങ്ങളുടെ റീഡിംഗ്. നിങ്ങൾ ചൂസ് ചെയ്യാൻ പോസ് ചെയ്തിട്ട് ചൂസ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. പൈൽ നമ്പർ 1 ആണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്കുള്ള റീഡിംഗ് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ പൈൽ നമ്പർ 1 നിങ്ങൾക്കുള്ള മെസ്സേജസ്, നിങ്ങളുടെ മെയ് മാസം എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്പർ 1, see, patience, repel, Kahosh lily ആണ്, golden poppy energy and chamomile energy. അതോടൊപ്പം തന്നെ നമ്മൾ ഇന്നത്തെ റീഡിംഗ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള റീഡിംഗ് ആണ്. ഓക്കെ, സോ നിങ്ങളുടെ എനർജി, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ എനർജി, ജൂപ്പിറ്റർ എനർജി വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിരിക്കുന്നത്. ജൂപ്പിറ്റർ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എനർജി എന്ന് പറയുന്നത് വളരെയധികം ഗ്രോത്ത്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഗ്രോത്ത് ഉണ്ടാകുന്ന ഒരു സമയമാണ്. അതേപോലെ തന്നെ ഏത് കാര്യത്തിലാണെങ്കിലും നിങ്ങൾ എന്തിനെങ്കിലും മുമ്പോട്ടേക്ക് പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ വളർച്ച ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു എനർജിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു എനർജി, ജൂപ്പിറ്റർ എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ അതായത് നിങ്ങളിപ്പോൾ 6ാം ഭാവത്തിലാണ് നിങ്ങളുടെ കാണിക്കുന്നത്. ഈ ഒരു 6ാം ഭാവത്തിലാണ് കൂടുതൽ വളർച്ച നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. അതായത് നിങ്ങൾക്കെതിരായിട്ട് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ രക്ഷ നേടാൻ പറ്റുന്ന സാഹചര്യം, അതേപോലെ സാമ്പത്തികമായിട്ടുള്ളതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ ഹെൽത്ത് വൈസ് ആണ്. അതേപോലെ ഇവിടെ പേഷ്യൻസ് എനർജിയാണ്. ഈ ഒരു മാസം നിങ്ങൾ വളരെയധികം ക്ഷമയോട് കൂടിയിട്ട് കാത്തിരിക്കുക. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. ശാരീരികമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങൾ അനുഭവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ എനർജി വളരെയധികം ജീവിതത്തിൽ നിങ്ങളെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്ന ഒരു സാഹചര്യമാണ് സൂചിപ്പിക്കുന്നത്. ഏറ്റവും കൂടുതലായിട്ട് ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ പോസിറ്റിവിറ്റി നിങ്ങളുടെ ഉള്ളിൽ, അതേപോലെ തന്നെ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ജീവിതത്തിൽ എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ അതായത് മിഥുനം രാശിയിൽ ഉള്ളവര്, അല്ലെങ്കിൽ നിങ്ങളുടെ മിഥുനം രാശിയിലാണ് ജൂപ്പിറ്റർ കാണിക്കുന്നത്, അതായത് വ്യാഴം ഗുരുവിന്റെ സ്ഥാനത്ത് കാണിക്കുന്നത്. പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ പറയുകയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു സമയം എന്ന് പറയുന്നത് വളരെയധികം ഒരു സാധ്യതകളുള്ള ഒരു സമയം എന്നുള്ള രീതിയിൽ പറയാം. അതേപോലെ തന്നെ ഈ ഒരു രാശി നിങ്ങളുടെ അതായത് ഈ 6ാം ഭാവത്തിൽ പൊതുവെ പറയുന്ന 6ാം ഭാവം സംബന്ധിക്കുന്നത് എന്ന് പറയുന്നത് പൊതുവെ നിങ്ങളുടെ സാറ്റേൺ ശരിക്കും, അല്ലെങ്കിൽ ശനിയുടേതായിട്ടുള്ള അസുഖങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്ന, അതേസമയം നിങ്ങൾക്ക് സമൃദ്ധിയും ഐശ്വര്യവും ഈ ഒരു സമയത്തിലേക്ക് കൊണ്ടുവരുന്ന നിങ്ങളുടെ എനർജി കൂടിയിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹെൽത്ത് ആൻഡ് ഹീലിംഗ് ആണ് ഇവിടെ പൂർണ്ണമായിട്ടും. എന്തെങ്കിലും ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ഒക്കെ ഉള്ളവര്, എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിന് തുടച്ചു മാറ്റണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് തുടച്ചു മാറ്റാൻ പറ്റിയ ഒരു സാഹചര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളോ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളോ നിങ്ങൾ വളരെയധികം അലട്ടുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ കരകയറാനായിട്ട് പറ്റും. ക്ഷമയോടുകൂടി കാത്തിരിക്കുക. അതേപോലെ ജൂപ്പിറ്റർ എനർജി എന്ന് പറയുന്നത് ഗ്രോത്ത് ആണ് സൂചിപ്പിക്കുന്നത്. അത് ഏത് മേഖലയിലും ഗ്രോത്ത് ഉണ്ടാകുന്നത്, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് കൂടുതൽ കാണിക്കുന്നത്. റിപ്പൽ, അതേപോലെ മെസ്സേജസും എനർജി വന്നിരിക്കുന്ന കൊഹോഷാണ്. ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വേണ്ടാത്ത കാര്യങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തുടച്ചു നീക്കുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ജീവിതത്തിൽ ആവശ്യമില്ലാത്ത ഒന്നും തന്നെ ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല. അതിപ്പോൾ മനുഷ്യരായാലും സാഹചര്യങ്ങളായാലും എന്ത് സിറ്റുവേഷൻസ് ആയാലും. ഈ ഒരു സമയം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഒരു വിദ്യാഭ്യാസപരമായിട്ട് മുന്നേറാൻ പറ്റുന്ന ഒരു സാഹചര്യം, സ്ത്രീകളിൽ മാത്രമല്ല എല്ലാവരിലും ഒരു ജ്ഞാനം നേടാനും എഡ്യൂക്കേഷനിൽ മുന്നോട്ടേക്ക് പോകാനും ഒക്കെ ഉള്ള ഒരു സാഹചര്യവും സംബന്ധിച്ച് ഈ ഒരു സമയം കാണിക്കുന്നുണ്ട്. അതേപോലെ സ്പിരിച്വാലിറ്റിയിൽ കൂടുതൽ ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ്. വേണ്ടാത്ത കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് നശിപ്പിക്കാനായിട്ട് നിങ്ങൾ
നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കളയാനായിട്ട് ആത്മീയത നിങ്ങളെ സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ് വളരെയധികം ശുഭസൂചകമായിട്ടുള്ള ഒരു എനർജി കൂടിയിട്ടാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒത്തിരി സ്ട്രെങ്ത്, റിലീജിയൻ, മെഡിറ്റേഷൻ അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ വളരെയധികം അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. വേണ്ടാത്ത കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എടുത്തു കളയാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യമൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ രാശിപരമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം എന്ന് പറയുന്നത് ഇന്ന സാഹചര്യത്തിലോ അല്ലെങ്കിൽ ഇന്ന രാശിയിൽ നിൽക്കുന്ന ഒരാള് എന്നുള്ള രീതിയിൽ ഇവിടെ നമ്മൾ കൂടുതലായിട്ട് വെസ്റ്റേൺ അസ്ട്രോളജി ബേസിസിലാണ് പറയുന്നത്. ഇപ്പോൾ ജെമിനായി അല്ലെങ്കിൽ മിഥുനം എന്ന് പറയുന്നത് ഇവിടെ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ്, അതായത് ഒരുമയാണ്, എല്ലാത്തിലോടും എല്ലാവരോടും സൗഹാർദ്ദപരമായിട്ട് പെരുമാറുകയും എല്ലാവരും വളരെ പ്ലസന്റ് ആയിട്ട് സംസാരിക്കുകയും ചെയ്യുന്ന ഒരു എനർജിയാണ് അത് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ തന്നെ ആയിരിക്കും നിങ്ങളുടെ ഏറ്റവും ഉത്തമമായിട്ട് ഇവിടെ നിൽക്കുന്നത്. അതായത് നല്ല രീതിയിൽ സംസാരിക്കുക മറ്റുള്ളവരോട്. അതേസമയം തന്നെ നല്ല രീതിയിൽ സംസാരിക്കുക എന്ന് പറയുമ്പോൾ അതിനർത്ഥം ആരെന്ത് പറഞ്ഞാലും കേട്ടു നിൽക്കുന്നു എന്നുള്ളത് കൂടിയിട്ട് അല്ല. കാരണം നിങ്ങളെ വേണ്ടാത്ത കാര്യങ്ങളൊന്നും നിങ്ങൾ കേട്ടു നിൽക്കുന്നില്ല, മറിച്ച് തള്ളേണ്ടത് തള്ളുന്നുണ്ട്. അത് ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയുന്നു എന്നുള്ളത്. അപ്പോൾ അതായത് വ്യക്തമായിട്ടുള്ള ഒരു സംഭാഷണം, ചാതുര്യം നിങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. അതായത് നല്ല രീതിയിൽ ഏതൊരു സാഹചര്യത്തിലും മുന്നേറാൻ പറ്റുന്ന, ജോലി സംബന്ധമായിട്ട് ഇപ്പോൾ ബിസിനസ് ഒക്കെ പിച്ച് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നല്ല രീതിയിൽ സംസാരിച്ച് അവരെ നിങ്ങളുടെ ആ ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, ജോലിയിലാണെങ്കിലും നിങ്ങൾ വർക്ക് ചെയ്യുന്ന സാഹചര്യത്തിൽ നിങ്ങളുടെ ബോസിനെ ആയാലും നിങ്ങൾ നല്ല രീതിയിൽ ജോലി ചെയ്യുന്നു, കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യുന്നു എന്നുള്ളൊരു ചിന്തയിലേക്ക് കൊണ്ടെത്തിക്കാനും പ്രൊമോഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനും ഒക്കെ പറ്റുന്ന സാഹചര്യമാണ്. അതേപോലെ നല്ല സംസാര രീതി, പ്രത്യേകിച്ച് മിഥുനം എനർജി പറയുകയാണെങ്കിൽ വളരെ സംസാര ചാതുര്യം ഉള്ള എനർജി ആയതുകൊണ്ട് നല്ല രീതിയിൽ സംസാരിച്ച് മറ്റുള്ളവരെ നിങ്ങളുടെ പരിധിക്ക് വരുത്തുക. അതേപോലെ തന്നെ ഒരാളുടെ അടുത്തൊരു കാര്യം ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ നെഗറ്റീവ് ആണെങ്കിൽ അവരെ നിങ്ങളിൽ നിന്ന് അകറ്റാൻ അവർ പോലും അറിയാതെ ചില സാഹചര്യങ്ങൾ വളരെ സ്മൂത്തായിട്ട് കൈകാര്യം ചെയ്ത് അവരെ മറ്റുള്ളവരെ ചുറ്റുമുള്ളവർ ആരും മനസ്സിലാക്കാതെ ആ കേൾക്കേണ്ടുന്ന ആൾക്ക് മാത്രം ആ കാര്യത്തിന്റെ പൊരുൾ മനസ്സിലാകുന്ന രീതിയിൽ ഇനി അധികം ഇവിടെ നിൽക്കണ്ട എന്നുള്ള രീതിയിൽ അവർക്ക് മാത്രം മനസ്സിലാകുകയും മറ്റൊരാൾക്ക് എത്തുകയും ചെയ്യാത്ത രീതിയിൽ പറഞ്ഞ് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ എനർജിയിൽ വളരെ പോസിറ്റിവിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഡ്രീം കം ട്രൂ സമയമാണ്. ഇപ്പോൾ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ ഒരു സമയവും സാഹചര്യവും ഒക്കെയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയത്ത് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നേടിയെടുത്തിട്ടുള്ള പല കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ ഇതിനു മുമ്പ് നിങ്ങൾ നേടിയെടുത്തിട്ടുള്ള കാര്യങ്ങൾ പലതും ഇനിയും മുന്നോട്ടേക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടുത്തെ മറ്റൊരു സാഹചര്യം ജൂപ്പിറ്ററുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഗുരുവിന്റെ സ്ഥാനത്ത് പറയുകയാണെങ്കിൽ വളർച്ചയാണ്, ഉയർച്ചയാണ് ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ തരത്തിലുള്ള അതിന്റെ നെഗറ്റീവ് സൈഡ് ഭക്ഷണം നിയന്ത്രിക്കുക അല്ലെങ്കിൽ അമിതമായിട്ട് ജങ്ക് ഫുഡ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നിയന്ത്രിക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളത് കൂടിയിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. കാരണം ഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിൽ അതായത് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ടാവും, അത് ശ്രദ്ധിക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ജങ്ക് ഫുഡ് ആയിരിക്കും കൂടുതൽ കഴിക്കുന്നുണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒത്തിരി അധികം ശ്രദ്ധിക്കാതെ ഇരിക്കുകയാണ് തടി കൂടാനുള്ള സാഹചര്യം. അത് ഒരു തരത്തിൽ ശരീരം വളരുന്നൊരു എനർജിയാണ്, തടി കൂടാനുള്ള സാഹചര്യമുണ്ട്. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എക്സസൈസ് ചെയ്യുക അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വളരെയധികം ആരോഗ്യത്തിന് നല്ലതായിരിക്കും എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. ജോലി സംബന്ധമായിട്ട് ജോലി ഇല്ലാത്ത ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് പുതിയ ജോലി ലഭിക്കാനുള്ള ഒരു അവസരം കൂടിയിട്ട് ഈ ഒരു സമയത്ത്, ഈ ഒരു മാസത്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അതിൻ്റെതായിട്ടുള്ള ഒരു സന്തോഷവും അതിൻ്റെതായിട്ടുള്ള രീതിയൊക്കെ നിങ്ങളുടെ ജീവിതത്തിലെ സംബന്ധിച്ചാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും സാഹചര്യം അനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാകും. എന്നിരുന്നാലും നിങ്ങൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം മാതാവിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ചെറിയ സങ്കടങ്ങൾ ഉണ്ടായേക്കാം. അത് വീടും സംബന്ധിച്ച് കുടുംബവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് മാതാവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ബന്ധുഭാവത്തില് ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ വീട്, കുടുംബം അല്ലെങ്കിൽ മാതൃവീട്, ഇപ്പോൾ വിവാഹം കഴിച്ചവരാണെങ്കിൽ അമ്മയുടെ വീട് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബ വീട്, അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ചില സാഹചര്യങ്ങൾ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഉള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ ട്രസ്റ്റ് ഇഷ്യൂസ് ആണ്. ചിലപ്പോൾ അവരുടെ ഭാഗത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുള്ളത് ചെയ്യാത്തോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില ഇഷ്യൂസ് ഉണ്ട്.
അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഈ ഒരു മാസം പറ്റുന്നുണ്ടെങ്കിൽ അധികം സംസാരിച്ച് വഷളാക്കാതിരിക്കുക. കാരണം അവിടെ നിന്ന് ഒരു നെഗറ്റീവ് എനർജി കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ളവർ, എല്ലാവരിലും ഉള്ളതല്ല ഇത്, നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രം എടുക്കുക, അല്ലാത്ത തള്ളിക്കളയുക. ഓക്കെ, അപ്പൊ അത് ആ ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക. അവിടെ അനാവശ്യ സംസാരത്തിന്റെ അത് കാരണം നിങ്ങൾ എവിടെ ശ്രമിച്ചാലും അത് എങ്ങും ചെന്ന് എത്തില്ല. കെമമൈൽ എനർജിയാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം ചെലവഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്, അതിനുവേണ്ടി സമയം ഈ ഒരു മാസം ഒത്തിരി ചെലവഴിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ. അപ്പോൾ പറ്റുമെങ്കിൽ കെമമൈൽ ടീ കുടിക്കാം. കെമമൈൽ എന്ന് പറയുന്നത് നമ്മൾ ഒരു വളരെ സൂതിങ് ആയിട്ടുള്ള ഒരു ഇതാണ്, അതൊരു ചെടിയാണ്. അതിന്റെ ചായ ഉണ്ട്, ഇപ്പൊ പലതരത്തിലുള്ള ചായ ഉണ്ട്. അപ്പൊ അത് കുടിക്കുന്നത് നല്ലതാണ്, വളരെ ഉന്മേഷം, റിലാക്സിങ് ആയിട്ടുള്ള ഒരു സാഹചര്യം. ആ ഒരു ഇതുണ്ട്. അതുകൂടാതെ ഇത് സൂചിപ്പിക്കുന്ന സെൽഫ് കെയർ എടുക്കുക എന്നുള്ളതാണ്. നമ്മളുടെ മനസ്സിന് സമാധാനവും സ്വസ്ഥയും തരാം, നമ്മളുടെ എനർജി പോസിറ്റീവ് ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. സ്വന്തം ഇഷ്ടങ്ങൾക്ക് ഇമ്പോർട്ടൻസ്. സ്വന്തം ഇഷ്ടം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒന്ന് ഈ ഒരു മാസം ചെയ്യാനായിട്ട് ശ്രമിക്കുക. വലിയ വലിയ കാര്യങ്ങളായിരിക്കണം എന്നൊന്നുമില്ല. ഇപ്പോൾ സ്പായിലൊക്കെ പോകുന്ന കാര്യങ്ങൾ പറയും, ഓരോരുത്തരുടെയും ജീവിത സാഹചര്യം അനുസരിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കത് പറ്റുന്നില്ല എങ്കിൽ ചെറിയ രീതി നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു, ഇപ്പൊ ചിലപ്പോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു മിഠായി വാങ്ങിച്ചു കഴിക്കുന്നത് അതേപോലെ ചെറിയ എന്തെങ്കിലും കാര്യമാവും. കാരണം അത് ഒത്തിരി നാളുകൾക്ക് ശേഷം കഴിക്കുന്നതിന്റെ ഒരു സംതൃപ്തിയായിരിക്കും. നാളുകൾക്ക് ശേഷം നിങ്ങൾ കഴിക്കുന്ന ഒരു കാര്യമായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വസ്ത്രം വാങ്ങിക്കുക. അപ്പോൾ സിറ്റുവേഷൻസ് എങ്ങനെയായിരുന്നാലും ചില ഇഷ്ടങ്ങൾ നേടിയെടുക്കുക. അത് വേറെ ഒന്നും ചിന്തിക്കാതെ അത് ചെയ്യുക. വലിയ രീതിയിൽ കടം വാങ്ങിച്ചൊന്നും ചെയ്യാനല്ല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരും അവരുടെ സാഹചര്യത്തിനനുസരിച്ചിട്ട് ചെയ്യുന്നത് ഈ ഒരു മാസം നിങ്ങൾക്ക് വളരെ സംതൃപ്തി തരുന്നതാണ്. പിന്നെ മാറ്റിവെക്കുന്നത് ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു മാസത്തിൽ നിങ്ങളെ സംബന്ധിച്ച് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുകയെങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ബിഗ് താങ്ക് യു. നമുക്ക് ഫയൽ നമ്പർ 2ലേക്ക് കടക്കാം. ഫയൽ നമ്പർ 2 നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരുന്നത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. സോ ലെറ്റ്സ് സീ. ഫയൽ നമ്പർ 2 നിങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകുന്ന സന്ദേശം എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. എത്തി. ഓക്കെ, സോ ഫയൽ നമ്പർ 2 നിങ്ങളുടെ മെയ് മാസം എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. ഫയൽ നമ്പർ 2 ഫയൽ നമ്പർ 2 നിങ്ങളുടെ മെയ് മാസം എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ. മേടം രാശിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ എനർജി. ഒന്ന് മേടം രാശിയിൽ, അതുപോലെ തന്നെ നിങ്ങൾ വീനസ് എനർജിയാണ്, ശുക്രന്റെ വളരെ പോസിറ്റിവിറ്റിയാണ് കാണിക്കുന്നത്. എന്തായാലും 3ാം ഭാവത്തിൽ ബെയർബെറി ആണ്, അതേപോലെ പൈൻ ആൻഡ് എൽഡർബെറി, അതേപോലെ തന്നെ ഗോസ്റ്റ് പൈപ്പ്. നിങ്ങളുടെ എനർജി വളരെയധികം നിങ്ങളിലേക്ക്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ വളരെ പോസിറ്റിവിറ്റിയാണ് ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്. അതേപോലെ ഭാവങ്ങളുടെ അടിസ്ഥാനത്തിൽ 3ാം ഭാവത്തെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബന്ധങ്ങൾ, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, സഹോദരങ്ങളും നിങ്ങളെക്കാൾ ഇളയവരുമായിട്ടുള്ള ബന്ധങ്ങൾ നല്ല രീതിയിൽ, അതേപോലെ വളരെയധികം ആദ്യം നമുക്ക് കാർഡ്സിലൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. സ്ട്രെങ്ത് കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പോസിറ്റിവിറ്റി നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. മേടം രാശിയുടെ എനർജിയാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. സ്ട്രെങ്ത് വളരെ, മേടം രാശിയെ സംബന്ധിച്ച് വളരെ ലീഡർഷിപ്പ് ക്വാളിറ്റി വളരെ സ്ട്രോങ് ആയിരിക്കും. മുമ്പിൽ നിന്ന് നയിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു കുട്ടനാടിന്റെ എനർജിയാണ്, പോസിറ്റിവിറ്റിയാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഡിസിഷൻ എടുക്കാനായിട്ടുള്ള താല്പര്യം വളരെയധികം കൂടുതൽ, സ്വയം ഡിസിഷൻ എടുക്കുന്നുണ്ട്, സ്വയം തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്, ഇൻഡിപെൻഡന്റ് ആയിട്ട് നിന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. വളരെയധികം ഫോക്കസ്ഡ് ആയിരിക്കും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം. വളരെയധികം നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്തിലാണ് ഫോക്കസ്, നമ്മൾ പറയില്ലേ ലേസർ കട്ട് എന്നൊക്കെ പറയുന്ന പോലെ, അതുപോലെ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സമയമാണ്. അതുപോലെ ഇതിന്റെ ഒരു നെഗറ്റീവ് സൈഡ് എന്ന് വെച്ചാൽ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയും കാര്യങ്ങളും, തീരുമാനങ്ങൾ സ്വയം എടുക്കുക, ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യം എന്നുള്ളതൊക്കെ വളരെ പോസിറ്റീവ് സൈഡാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഇങ്ങനെ ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം
കുറച്ച് സ്റ്റബേൺ ആയിരിക്കും. കാരണം നമ്മൾ പറയാറില്ലേ, ആ ഒരു എനർജി, തീരുമാനങ്ങൾ എടുക്കുക, സ്വതന്ത്രമായിട്ട് ചിന്തിക്കുകയൊക്കെ തുടങ്ങുമ്പോൾ ആ ഒരു അമിതമായിട്ടുള്ള ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അതൊരു സ്റ്റബേൺനെസ് ആയിരിക്കും. കാരണം ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന് പറയുന്ന ആ ഒരു പ്രയോഗം ആ ഒരു രീതി പോലെയാണ്. അപ്പോൾ ഞാൻ ഇതിങ്ങനെയാണെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെയാണെങ്കിൽ പിന്നെ അതിലൊരു മാറ്റമില്ല എന്നുള്ളത് അതിന്റെ ഒരു നെഗറ്റീവ് ഷെയ്ഡിലേക്ക്, അത് മറ്റുള്ളവർക്കൊന്നും പറയാനുള്ള ഒരു അവസരമൊന്നും കൊടുക്കുന്നില്ല. നിങ്ങൾ പറയുന്നു, നിങ്ങൾ തീരുമാനിക്കുന്നു, നിങ്ങൾ ചിന്തിക്കുന്നു, നിങ്ങൾ പ്രവർത്തിക്കുന്നു എന്നുള്ള രീതിയിൽ. അപ്പോൾ ആ ഒരു കാര്യം ഒഴിവാക്കേണ്ടത് എവിടെയാണെന്ന് വെച്ചാൽ ജോലി സംബന്ധമായിട്ട് അതിൽ പോസിറ്റിവിറ്റിയാണ്. നിങ്ങളൊരു ഹയർ പൊസിഷനിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ സ്ട്രെങ്ത് കാണിക്കേണ്ടിടത്ത് അത് പോസിറ്റീവായിട്ട് എടുക്കാം. പക്ഷെ ചില സിറ്റുവേഷനിൽ കാര്യങ്ങൾ നടക്കുന്നില്ല, മുന്നോട്ടേക്ക് പോകുന്നില്ല, ആ ഒരു ഇതിൽ തന്നെ പിടിച്ചു നിന്നാൽ മുന്നോട്ടേക്ക് പോകുന്നില്ല എന്ന് തോന്നുന്നുണ്ട് എങ്കിൽ അതിൽ വിട്ടുവീഴ്ച വരുത്തേണ്ടടുത്ത് നമ്മൾ വിട്ടുവീഴ്ച വരുത്തേണ്ട അനിവാര്യതയുണ്ട്. അതുപോലെ കുടുംബ ബന്ധങ്ങൾ, ഇപ്പൊ പ്രത്യേകിച്ച് ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ 3-ാം ഭാവത്തിലാണ് കാണിക്കുന്നത്, അതേപോലെ ശുക്രന്റെ എനർജി ആണ് അത് ഉണ്ടെങ്കിൽ കൂടിയും സഹോദരങ്ങളും അതായത് നിങ്ങളെക്കാൾ പ്രായത്തിൽ താഴെയുള്ളവര്, അതായത് മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, എന്നാലും നിങ്ങളുടെ സഹോദരങ്ങൾ, നിങ്ങളുടെ പ്രായത്തിൽ നിങ്ങളെക്കാൾ താഴെ ആയിട്ടുള്ള സഹോദരങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരൊക്കെ ആയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, വഴക്കുകളോ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ മക്കളുടെ ഇടയിലായിരിക്കാം അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് ഉള്ള വഴക്കുകളോ അങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളോ ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആ ഒരു എനർജി ഒരു കണക്ഷൻ, നിങ്ങൾ തമ്മിൽ എപ്പോഴും വഴക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. നിങ്ങളെക്കാൾ ഇളയ സഹോദരൻ, നിങ്ങളുടെ സഹോദരനും സഹോദരിയാവാം വീട്ടിലുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ചെറിയ കുട്ടികളുമായിട്ടൊക്കെ എപ്പോഴും വഴക്കായിരിക്കും. അങ്ങനത്തെ ഒരു സാഹചര്യം, അല്ലെങ്കിൽ മക്കളുള്ളവരാണെങ്കിലും ആയിരിക്കാം എപ്പോഴും ഒരു ഞാനാണെല്ലാം തീരുമാനിക്കുന്നത് എന്നുള്ളൊരു തീരുമാനമൊക്കെ നിങ്ങളുടെ ഉള്ളിൽ വരുന്നുണ്ട്. അപ്പോൾ എന്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പോയാൽ മതി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംബന്ധിക്കുന്ന ഒരു സാഹചര്യം കൂടിയിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ചില പാരന്റ്സിനെ സംബന്ധിച്ചിടത്തോളം അവരെ കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളും തീരുമാനിക്കുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് ചിലപ്പോൾ നാട്ടിൽ പഠിക്കാൻ ഇഷ്ടം ഉണ്ടാകുന്നുണ്ടാവും, വിദേശത്തേക്ക് വിടുന്ന സിറ്റുവേഷൻ ആയിരിക്കും. അങ്ങനത്തെ ഒക്കെ ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ പ്രിസർവ് എനർജി പൈൻ എനർജിയാണ്. പൈൻ എനർജി എന്ന് പറയുമ്പോൾ ഈ ഒരു തരത്തിൽ അതിന്റെ പോസിറ്റീവ് സൈഡ് ഉണ്ടെങ്കിലും മറ്റൊരു തരത്തിൽ ഏത് തീരുമാനം എടുത്താലും അതിൽ ഉറച്ചു നിൽക്കാനായിട്ട് പറ്റുന്നുണ്ട്. നമ്മൾ എന്തൊക്കെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക അതൊരു സ്ട്രെങ്ത് ആണെങ്കിൽ കൂടിയും ചില സിറ്റുവേഷൻസ് വരുമ്പോൾ മാറ്റങ്ങൾ വരുത്തേണ്ടി വരുന്നുണ്ട്. ആ മാറ്റങ്ങൾ നിങ്ങൾ വരുത്തുക എന്നുള്ളതാണ്. ഇവിടെ ഒരു കാര്യം പറയാനുള്ളത്, വിദേശ രാജ്യം, ഫോറിൻ കൺട്രി ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ട്. വീനസ് എനർജി, ശുക്രന്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് വിദേശത്തേക്ക് പോകാനുള്ള അവസരങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒന്നുകിൽ ചിലപ്പോൾ നിങ്ങൾ മക്കളെ വിദേശത്തേക്ക് വിടാൻ ആഗ്രഹിക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ മക്കൾ ചിലപ്പോൾ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരനും സഹോദരിയും ഒക്കെ ഇളയ താഴെ ഉള്ള ആരെങ്കിലും. അപ്പൊ അവർക്ക് ഇഷ്ടം ചിലപ്പോൾ അവരുടെ ഇഷ്ടങ്ങൾക്ക് എതിരായിരിക്കും നിങ്ങളുടെ ഇഷ്ടങ്ങൾ. പക്ഷെ നിങ്ങൾ പറയുന്ന അവർ കേൾക്കണം എന്ന് ഉറച്ചു നിൽക്കുന്നുണ്ട്. അപ്പൊ വിദേശത്തേക്ക് പോകുന്നതായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഒന്നുകിൽ അവർ പോകുന്നത് ഇഷ്ടമല്ലാത്തതോ അല്ലെങ്കിൽ ഇഷ്ടമാകുന്നതോ ആയിരിക്കാം, പക്ഷെ അവരുടെ അഭിപ്രായം മറിച്ചായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ആ മറിച്ചുള്ള അഭിപ്രായമാണെങ്കിൽ അവരെ ഒന്ന് കേൾക്കുക എന്നുള്ളത് കൂടിയിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പിന്നെ ശാരീരികമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ ഷോൾഡർ, ഹെഡ്, കഴുത്തിന് ആ ഒരു ഭാഗത്തോ അതിന് മുകളിലോട്ടുള്ള ഭാഗങ്ങളിലൊക്കെ വേദനകളോ ശാരീരിക അസ്വാസ്ഥ്യങ്ങളോ ഒക്കെ വന്നേക്കാം. അത് ഈ പറയുന്ന പോലെ മെഡിറ്റേഷൻ, യോഗ പോലുള്ള കാര്യങ്ങൾ, എക്സസൈസിനേക്കാളും കുറച്ചുകൂടി നിങ്ങൾക്ക് യോഗയാണ് ഈ ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും തെറാപ്പി ചെയ്യുന്നതും നല്ലതായിരിക്കും. അത് അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എൽഡർബറിയാണ് നെക്സ്റ്റ് വന്നിട്ടുള്ള ഒരു എനർജി എന്ന് പറഞ്ഞാൽ എൽഡർബറി എനർജി നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ സർവീസ് ഇൻഡസ്ട്രിയിൽ വളരെയധികം സാധ്യതകൾ, അതായത് മറ്റുള്ളവരെ സഹായിക്കുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വളരെയധികം സാധ്യതകൾ ഉള്ള ഒരു സാഹചര്യം, മറ്റുള്ളവരെ ഹീൽ ചെയ്യുന്ന തരത്തിൽ. അപ്പോൾ നിങ്ങൾ ഹോസ്പിറ്റലുകളിലായിരിക്കും, ആതുര സേവന രംഗത്തൊക്കെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവര്, അപ്പോൾ അതുപോലുള്ള സാഹചര്യം, അല്ലെങ്കിൽ ചിലപ്പോൾ സ്പിരിച്വൽ ഹീലിംഗുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾ ചിലപ്പോൾ ഒരു അസ്ട്രോളജറോ ടാരോ കാർഡ് റീഡറോ അല്ലെങ്കിൽ സ്പിരിച്വൽ ഹീലർ ആയിരിക്കാം, റേക്കി, ക്രിസ്റ്റൽ ഹീലിംഗ് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നിങ്ങൾ ജനറലി മറ്റുള്ളവരുമായിട്ട് സഹായിക്കാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്, അങ്ങനെ ഒരു സാഹചര്യമൊക്കെ നിങ്ങൾക്ക് ഒത്തുവരുന്നുണ്ട്. സാമ്പത്തികമായിട്ടും അല്ലാതെയും ഒക്കെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള അവസരം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. നല്ല രീതിയിൽ നിങ്ങൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്.
അതേപോലെ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ വളരെ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ, അത് മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെയധികം താല്പര്യം പ്രകടിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എല്ലാവരിലും അല്ലെങ്കിലും ചുരുക്കം ചില ആളുകൾ നിങ്ങൾ ഇന്ന മതം, ജാതി അങ്ങനെയൊക്കെ നോക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത് നിങ്ങൾ ആ ഒരു ഭാഗം ഒന്ന് ശ്രദ്ധിക്കുക. എന്തിൽ വിശ്വസിച്ചാലും ഏതിൽ വിശ്വസിച്ചാലും നിങ്ങൾ വിശ്വസിക്കുന്നതിൽ മുന്നോട്ടേക്ക് പോവുക, അതിൽ തെറ്റുമില്ല. പക്ഷെ മറ്റുള്ളവരുടെ വിശ്വാസങ്ങൾ തെറ്റാണെന്നോ നെഗറ്റീവ് എന്നുള്ള രീതിയിൽ പോകാതിരിക്കുക എന്നുള്ളത് കൂടിയിട്ടാണ് ഇവിടെ പറയാനുള്ളത്. അപ്പൊ ആ ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ ജീവിതത്തിൽ പല കാര്യങ്ങളിലും പരാജയങ്ങൾ അനുഭവിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ പല കാര്യങ്ങളും മുന്നേറുന്നുണ്ട്. ചില ആളുകൾ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ സാധ്യമാകുന്നുണ്ട്. മെയ് മാസം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ സാധ്യമാകുന്ന സമയമാണ്. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സബലീകരിക്കുന്ന, നിങ്ങൾ റിച്വൽസോ സ്പെൽസോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, മാനിഫെസ്റ്റേഷൻസോ പ്രാർത്ഥനകളോ പൂജകളോ, ഇപ്പോൾ വിളക്കൊക്കെ വെച്ചിട്ടുള്ള ഇന്ന രീതിയിൽ നാരങ്ങ വിളക്കോ അതുപോലെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹ സബലീകരണത്തിന് വേണ്ടി വഴിപാടുകളൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രതിഫലം അല്ലെങ്കിൽ അത് സാധ്യമാകുന്നു എന്നുള്ള മാനിഫെസ്റ്റേഷൻ സാധ്യമാകുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഈ ഒരു മാസം. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു സന്തോഷം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയത്ത് കാണുന്നുണ്ട്. അതേപോലെ സാറ്റേൺ എനർജി എന്ന് പറയും ചില ആളുകളെ സംബന്ധിച്ച് ചിലപ്പോൾ നിങ്ങളുടെ സാറ്റേണിന്റെ അതായത് ശനിയുടെ അപഹാരവും മറ്റു കാര്യങ്ങളൊക്കെ തീരുന്ന സമയമായിരിക്കാം. അപ്പൊ അതുകൊണ്ട് ശനി നിങ്ങൾക്കൊരു സമ്മാനം നൽകിയിട്ട് തിരിച്ചു പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അത് ഓരോരുത്തരുടെ സാഹചര്യത്തിനനുസരിച്ചിട്ടും ഇരിക്കും, വ്യത്യസ്തമായിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന മാത്രം എടുക്കുക, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല. അതേപോലെ ഗോസ്റ്റ് പൈപ്പർ എനർജിയാണ്. ഗോസ്റ്റ് പൈപ്പ് എന്ന് പറയുമ്പോൾ മിസ്റ്ററിയാണ്. അത് എന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കുറച്ച് നാളുകളായിട്ട് മൂടി വെച്ചിരുന്ന എന്തോ ഒരു കാര്യം പുറത്തേക്ക് വരികയാണ്. അപ്പോൾ ഇത് ചില ആളുകളിൽ നിങ്ങൾ നിങ്ങളൊന്നും മൂടി വെച്ചിട്ടില്ലെങ്കിൽ മറ്റാരെങ്കിലും നിങ്ങളിൽ നിന്ന് ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളോട് പറയാത്ത കാര്യങ്ങൾ, ഇതൊക്കെ പുറത്തേക്ക് വരുന്നതിന്റെ ഒരു സാഹചര്യം കൂടിയിട്ടാവാം ഇത് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ മറ്റുള്ള ഒരു സിറ്റുവേഷൻ, നിങ്ങൾ വളരെയധികം എല്ലാവരെയും മയക്കി കാര്യങ്ങളൊക്കെ നേടിയിട്ട് മുന്നോട്ടേക്ക് എന്തെങ്കിലും കൊണ്ടുപോയിട്ടുണ്ട്, അല്ലെങ്കിൽ നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ അറിയരുതെന്ന് നിങ്ങൾ കരുതിയിരുന്ന ഒരു സത്യം മറ്റുള്ളവർ അറിയുന്നുണ്ട്. അപ്പോൾ ഇതില് പിന്നെയും അതിന്റെ പുറത്ത് നുണ പറഞ്ഞിട്ട് അതിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ, അതിന് വേണ്ടിയിട്ടൊന്നും രക്ഷപ്പെടാനോ ഒക്കെ ശ്രമിക്കാതിരിക്കുക. മറിച്ച് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ സംഭവിച്ചു പോയതിൽ പ്രത്യേകിച്ച് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിന് ഇതിനെ വീണ്ടും നുണ പറഞ്ഞതാക്കാതെ അതിന് ക്ഷമ ചോദിക്കുക മറ്റും ചെയ്യുന്നതായിരിക്കും ഉത്തമം. അതിന്റെ പുറകെ ഇനി കടിച്ചു തൂങ്ങാതിരിക്കുക എന്നുള്ളത് ഒന്നും. പിന്നെ ഇവിടെ മറ്റൊരു സിറ്റുവേഷൻ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം പാർട്ടി, ഫൺ, ക്രിയേറ്റീവ് കംഫർട്ടൊക്കെ ഉള്ള ഒരു സമയം കൂടിയിട്ടാണ് സൂചിപ്പിക്കുന്നത്. വളരെയധികം ജീവിതം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം കൂടിയിട്ടാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഇവിടുത്തെ ഒരു എനർജി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ വീട്ടിൽ പറയാണ്ട് നിങ്ങൾ ഫ്രണ്ട്സിന്റെ കൂടെ എവിടെയെങ്കിലും ഒക്കെ പോകുന്ന ഒരു ചെറിയ കാര്യമായിരിക്കും. കാരണം എല്ലാവർക്കും ഒരുപോലെയല്ല. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒന്നും അല്ലെങ്കിൽ നിങ്ങൾ ഒളിച്ചിട്ട് അല്ലെങ്കിൽ വീട്ടിൽ പറയാതെ ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങാൻ പോകുന്നതോ മറ്റു കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രാവല്, സോളോ ട്രിപ്പ് പോകുക, അങ്ങനത്തെ ഒരു സിറ്റുവേഷനും ആവാം ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം. കാരണം എല്ലാവരുടെയും എനർജി ഒരുപോലെയല്ല. അപ്പൊ ആ ഒരു തരത്തില് വീട്ടിൽ പറയാതെ പോകുന്ന ഒരു സിറ്റുവേഷൻ കൂടിയിട്ടാവും ഇത് സൂചിപ്പിക്കുന്നത്. കാരണം ഒത്തിരി ഫണ്ണും ഒത്തിരി നിങ്ങൾ സന്തോഷിക്കുന്ന, നിങ്ങൾ വളരെയധികം ഹാപ്പി ആയിട്ടിരിക്കുന്ന സുഹൃത്തുക്കളോടൊപ്പമോ നിങ്ങൾക്ക് വളരെ അധികം അടുപ്പമുള്ള ആരുടെയൊക്കെ കൂടെ നിങ്ങൾ വളരെയധികം ഹാപ്പി ആയിട്ടിരിക്കുന്നതുമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ കൂടിയിട്ടാണ് ഈ ഒരു സമയത്ത് കാണിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു എനർജി കൂടിയിട്ടുണ്ട്. അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ച് അങ്ങനെ ആവാം എന്നുള്ളത് കൂടിയിട്ട് പറയുന്നു. അപ്പൊ നിങ്ങൾക്ക് ഏതാണ് റെസനേറ്റ് ആവുന്നത് അതുപോലെ ഇതെടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയാനുണ്ടായത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയെങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു. ഇനി നമുക്ക് ഫയൽ നമ്പർ 3യിലേക്ക് കിടക്കാം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫയൽ നമ്പർ 3 നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. സോ ലെറ്റ്സ് സീ ഫയൽ നമ്പർ 3. സോ ഫയൽ നമ്പർ 3 ആണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മെസ്സേജ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. സോ ലെറ്റ്സ് സീ ഫയൽ നമ്പർ 3 നിങ്ങൾക്ക് മെയ് മാസം എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. ഫയൽ നമ്പർ 3, ലെറ്റ്സ് സീ. ഓക്കെ,
ഫയൽ നമ്പർ 3 നിങ്ങൾക്ക് വേണ്ടിയിട്ടില്ല. ഇനി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ 10ാം ഭാവത്തിലാണ് നിങ്ങളുടെ എനർജി നിൽക്കുന്നത്. അതേപോലെ സാറ്റേണിന്റെ എനർജിയാണ് നിങ്ങളുടെ ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നത്. സോ സാറ്റേൺ എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ലൈഫിൽ വളരെയധികം മുന്നിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ കൂടിയിട്ട് നിങ്ങളുടെ എനർജിയിൽ വരുന്നുണ്ട്. ആൻഡ് ജീവിതത്തിൽ പല കാര്യങ്ങളിലും നിങ്ങൾ സാധ്യതകൾ മുന്നോട്ടേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ കൂടിയിട്ടാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ കാപ്രിക്കോണിന്റെ എനർജിയുമാണ് നിങ്ങൾ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു എനർജി അല്ലെങ്കിൽ ഈ ഒരു 10ാം ഭാവത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യം കരിയർ സക്സസും മറ്റ് റെപ്യൂട്ടേഷൻ അതുപോലുള്ള കാര്യങ്ങളാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതലായിട്ട് നിങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം കാണിക്കുന്നത്. മകരം രാശിയെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു സാഹചര്യമാണ്. ആ ഒരു എനർജി നിങ്ങളുടെ ഉള്ളിൽ വളരെയധികം ഒരു സാറ്റേൺ, എല്ലാത്തരത്തിലും സാറ്റേണിന്റെ എനർജിയാണ് നിങ്ങളുടെ കൂടുതൽ. ഇതിന്റെ എനർജിയിൽ കൂടുതലായിട്ട് കാണിക്കുന്ന സാറ്റേൺ എനർജി ലൈഫിൽ പല മാറ്റങ്ങളും ജീവിതത്തിൽ കൊണ്ടുവരുന്ന ഒരു സിറ്റുവേഷനാണ് സൂചിപ്പിക്കുന്നത്. ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യത്തിലാണോ നിങ്ങൾ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ എവിടെയാണോ നിങ്ങൾക്ക് മുന്നേറാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു മുന്നേറ്റം നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. ഇതിലേക്ക് ഞാൻ കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ എനർജിയിൽ നിങ്ങൾ വളരെയധികം സാധ്യതകൾ നിങ്ങൾക്ക് കൊണ്ടുവരാനായിട്ട് പറ്റുന്ന ഒരു സിറ്റുവേഷൻ കൂടിയിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഫസ്റ്റ് കാർഡ്സ് എന്തായാലും നമുക്ക് കാണാം. സ്ട്രോബെറി എനർജിയാണ്. സ്ട്രോബെറി എനർജി, അതേപോലെ പൈൻ എനർജി, ഗാർലിക് ആൻഡ് ലാസ്റ്റ് വന്നിട്ട് സമ്പയർ എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഈ സ്ട്രോബെറി സിറ്റുവേഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണിക്കുന്നത് ജീവിതം നിങ്ങൾ ആസ്വദിക്കുക. അതേപോലെ സാറ്റേണിന്റെ എനർജി എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് സാറ്റേൺ എനർജി ശനിയുടെ എനർജിയാണ്. ഇവിടെ ശനി പോസിറ്റീവായിട്ടാണ് നിങ്ങൾക്ക് നിൽക്കുന്നത്. 10ാം ഭാവത്തിലെ എനർജി സൂചിപ്പിക്കുന്ന റെപ്യൂട്ടേഷൻ, സക്സസ്, പോസിറ്റിവിറ്റിയാണ്. അവിടെ ചെയ്യേണ്ടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ജീവിതം ആസ്വദിക്കാനുള്ളതാണ്. ജീവിതം ആസ്വദിക്കുക, അതിനു വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക. പക്ഷേ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ്, ഉത്തരവാദിത്തങ്ങൾ മാറ്റിവെച്ചിട്ടാവരുത് എന്നുള്ളൊരു കാര്യം കൂടിയിട്ട് പറയുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷൻ, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസും മറ്റു ഉത്തരവാദിത്തങ്ങളും മാറ്റിവെക്കാതെ നിങ്ങൾ ജീവിതത്തിൽ എങ്ങനെ മുന്നോട്ടേക്ക് പോയാലും അത് നിങ്ങളുടെ ജീവിതത്തിനെ പോസിറ്റീവായിട്ട് ബാധിക്കുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് സൂചിപ്പിക്കുന്നത്. ലൈഫിൽ നിങ്ങൾ ഏത് കാര്യത്തിലാണോ നിങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഈ ഒരു എനർജി കണക്ഷൻസ്, അതേപോലെ തന്നെ നിങ്ങളുടെ എനർജി കണക്ഷൻസ് വളരെയധികം ലൈഫിൽ നിങ്ങളെ എടുത്തുയർത്തുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഓർഗനൈസ്ഡ് ആയിട്ട് കൃത്യമായിട്ട് ഒരു പാറ്റേണോടുകൂടി ലൈഫിൽ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. ജോലിയിൽ ശ്രദ്ധിക്കുന്നു, ജോലി വ്യക്തമായിട്ട് കൃത്യമായിട്ട് ജോലി ചെയ്യുന്നുണ്ട്, മടി പിടിച്ചിരിക്കുന്നില്ല കൂടുതൽ സമയം. പിന്നെ ഈ ഒരു സമയം ശ്രദ്ധിക്കേണ്ട നേരെ കൂടുതൽ സമയം മൊബൈലോ TV കാണുന്നത്, അതുപോലുള്ള വീഡിയോ ഗെയിംസ് അതുപോലുള്ള കാര്യങ്ങൾ ഒഴിവാക്കി പൂർണ്ണമായിട്ടും കൂടുതലായിട്ടും നിങ്ങൾ പുറത്തു പോവുക, അതായത് വീട്ടിൽ തന്നെ ഇരിക്കാതെ പുറത്തു പോവുക, നേച്ചറിലേക്ക് പോകുന്നതും അതേപോലെ കൂടുതൽ ആളുകളായിട്ട് സംസാരിക്കുന്നത്, അത് ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ, അധികം ആളുകളായിട്ട് സംസാരിക്കാത്തവരാണെങ്കിൽ നിങ്ങൾ പ്രകൃതിയിലേക്ക് ഇറങ്ങി ചെല്ലുക, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ. നിങ്ങൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് വെറുതെ ഇരുന്ന് TV കാണാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ മൊബൈലിൽ കുത്തി കാണാൻ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. മറിച്ച് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്, അതായത് റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നത്. കാരണം എന്തെങ്കിലും ജോലി ചെയ്യുന്നതാണെങ്കിൽ ഇപ്പോൾ കിച്ചണിലാണെങ്കിലോ കുക്കിങ്ങോ, അല്ലെങ്കിൽ വീട് വൃത്തിയാക്കുന്നോ ക്ലീനിങ്ങോ, അല്ലെങ്കിൽ വീട് മോടി പിടിപ്പിക്കുന്ന ഡെക്കറേഷൻ, അതേപോലെ ഗാർഡനിങ് ചെയ്യുക, അതേപോലെ നിങ്ങൾ എന്തെങ്കിലും ഇലക്ട്രിക്കലോ ഇലക്ട്രോണിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻട്രസ്റ്റ് ഉള്ളവരാണ്, സ്വയം ഇപ്പോൾ കാറൊക്കെ നന്നാക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്, അല്ലെങ്കിൽ സ്വയം വുഡ് കട്ടിങ്ങോ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വീട്ടിൽ ചെയ്യുന്ന ഇപ്പോൾ പുറത്ത് പുല്ല് പറിക്കുക, അങ്ങനെയുള്ള എന്ത് കാര്യത്തിലും ഇൻവോൾവ് ആയി ഹാർഡ് വർക്കിംഗ് ആണ്. പക്ഷെ അതിന് ചില ആളുകൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടമുള്ളവർ അത് ചെയ്യുന്നുണ്ട്. അതും നമ്മുടെ ഉള്ളിലുള്ള
നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻസ് നേടിത്തരുന്ന തരത്തിലുള്ള ഈ വായനാശീലം എപ്പോഴും നല്ലതാണ്. അതുപോലുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ ആസ്വദിക്കാനായിട്ട് വെറുതെ ഇരുന്നിട്ട് ഉള്ള ഒരു രീതിയിലുള്ള ആസ്വാദനമൊന്നുമല്ല. ജീവിതത്തിൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, പക്ഷെ ഒത്തിരി ഹാർഡ് വർക്ക് അല്ല, എന്നാലും ഓർഗനൈസ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനത്തെ ഒരു രീതിയിൽ ജീവിതത്തിൽ നിങ്ങൾ ആസ്വദിക്കാൻ തുടങ്ങുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണിക്കുന്നത്. അതേപോലെ ലൈഫ് നിങ്ങൾ എങ്ങനെയാണ് ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട് നിങ്ങൾ പഠിക്കാൻ നിങ്ങളുടെ എനർജിയിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു ലിബ്ര എനർജി, അല്ലെങ്കിൽ അതായത് നിങ്ങളുടെ തുലാം രാശിയുടെ ഒരു സ്ട്രോങ് എഫക്റ്റ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. കാരണം ആ ഒരു എനർജി നിങ്ങളെ വളരെയധികം സ്വാധീനിക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യമാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തുലാം എന്ന് പറയുന്നത് ബാലൻസ് ആണ്. അപ്പോൾ ഈ ഒരു എനർജിയുടെ ബാലൻസ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും വലിയ രീതിയിൽ. കാരണം ഇപ്പോൾ എന്ത് നേടാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഒത്തിരി മറ്റുള്ളവരായിട്ട് വഴക്കിട്ട് പൊരുതി നേടേണ്ടി വരുന്ന സിറ്റുവേഷനാണ്. ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. തുലാം രാശിയുടെ ആ ഒരു സാഹചര്യത്തിനും ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ എല്ലാം വളരെ കാമായിട്ട് ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ആരുടെ അടുത്തും വഴക്കിടാതെ അല്ലെങ്കിൽ ആരെ തമ്മിൽ വഴക്കിടിയിപ്പിക്കാതെ കാര്യങ്ങൾ നടത്തുന്നുണ്ട്. നിങ്ങൾ അധികം കടന്ന് പൊരുതേണ്ടി വരാറില്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒത്തിരി ഫൈറ്റ് ചെയ്യേണ്ടി വരാറില്ല. കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തും തീരുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങൾ നേടിയെടുക്കുന്നുണ്ട്. അപ്പോൾ ശനിയുടേതായിട്ടുള്ള ഒരു സപ്പോർട്ട് നിങ്ങളിലുണ്ട്. പക്വതയോട് കൂടിയിട്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. അതേപോലെ തുലാം രാശിയുടെ ബാലൻസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുന്നത് കൊണ്ട് നിങ്ങളിലേക്ക് കാര്യങ്ങൾ എളുപ്പത്തിലെത്തും. നിങ്ങൾ കിടന്ന് കഷ്ടപ്പെടേണ്ടി വരുന്നില്ല. പോസിറ്റീവ് സൈഡാണ് നിങ്ങളിലേക്ക് വരുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ എനർജിയിൽ മറ്റൊരു കാര്യം ഈ ഒരു മാസം പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ള നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ അതായത് അർത്ഥം സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ മെറ്റീരിയൽ ഗെയിൻ നിങ്ങൾ വളരെയധികം കൂടുന്ന ഒരു സമയമാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ എനർജി അതായത് ഫിനാൻഷ്യൽ ഗെയിനിന്റെ ഭാവം ഇവിടെ 10ാം ഭാവത്തിൽ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പോസിറ്റീവ് എനർജിയാണ് നിങ്ങളിലേക്ക് വരുന്നത്. സാമ്പത്തികമായിട്ട് നിങ്ങൾ ഒത്തിരി ഉയർന്നു നിൽക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതായത് പല പല കാര്യങ്ങളും നിങ്ങൾ ജീവിതത്തിൽ ആഗ്രഹിച്ച് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. മെറ്റീരിയൽ ഗെയിൻ കൺസിസ്റ്റന്റ് ആയിട്ട് മുന്നോട്ടേക്ക് പോവുകയാണ് എങ്കിൽ, അതായത് കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ വ്യക്തതയോടുകൂടി കൃത്യമായിട്ട് കാര്യങ്ങൾ നിങ്ങൾ ഓൾറെഡി പറഞ്ഞു, കൃത്യമായിട്ട് ഓൾറെഡി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ കൃത്യമായിട്ട് നിങ്ങൾ പണിയെടുക്കുന്ന കൃത്യമായിട്ടുള്ള ഫലവും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. നിങ്ങളുടെ കരിയറിൽ വലിയൊരു ഗ്രോത്ത് ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ലൈഫ് ടൈം ചേഞ്ച് ആണ്. അതായത് ലൈഫ് ടൈം ചേഞ്ച് എന്ന് പറയുന്നത് നിങ്ങളിപ്പോ നേരത്തെ പറഞ്ഞു ജീവിതത്തിൽ നിങ്ങൾ ഉയർച്ച ഉണ്ടാകുന്നുണ്ട്. ആ ഉയർച്ച എന്ന് പറയുന്നത് ഇപ്പോൾ ഉണ്ടാകുന്നത് കുറച്ച് നാളത്തേക്ക് എന്നുള്ള രീതിയിലല്ല, പ്രിസർവ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ലൈഫ് ടൈം ആയിട്ടാണ്. എങ്ങനെ ആ ഒരു പൈൻ എനർജി അതിന്റെ വിത്ത് അതെങ്ങനെയാണ് പ്രൊട്ടക്ട് ചെയ്ത് അതിന്റെ പൈൻ കോൺസ് പ്രിസർവ് ചെയ്യുന്നത്, അതേപോലത്തെ ഒരു പൊസിഷനാണ്. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു മെയ് മാസം പ്രത്യേകിച്ച് വളരെ സാധ്യതകളുള്ള സമയമാണ്. കരിയർ, മെറ്റീരിയൽ ഗ്രോത്ത്, ഇതിലൊക്കെ ജോലിയിൽ എത്ര കണ്ട് ശ്രദ്ധിക്കുന്നു അത്രയും നല്ലതായിട്ട് മുന്നോട്ടേക്ക് പോകാൻ. മാത്രമല്ല ഈ സമയത്തെ പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നതൊക്കെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ടേക്ക് ലോങ് ടേം സക്സസ് ആണ്. അപ്പൊ ഇപ്പൊ ജോലിയിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളിൽ മുന്നേറുന്നു അത് ഇപ്പോഴത്തേക്ക് മാത്രമല്ല, അല്ലെങ്കിൽ ഈ ഒരു മാസത്തെ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ ഒരു വർഷത്തെ സിറ്റുവേഷൻ അല്ല, ലൈഫ് ലോങ് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ കരിയർ മുന്നേറ്റാൻ പറ്റുന്ന സാഹചര്യമാണ്. അപ്പൊ അതിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുകയാണ് എങ്കിൽ വലിയൊരു ഉയർച്ച തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ ഗാർലിക് എനർജിയാണ്. സർവീസ് ഇൻഡസ്ട്രിയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് വളരെയധികം സാധ്യതകളുള്ള സമയമാണ്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇപ്പോൾ അത് ഒത്തിരി കഷ്ടപ്പാടുകളും കാര്യങ്ങളൊക്കെയാണ് ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ അതിലേക്ക് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചവർക്കൊക്കെ അതിലേക്ക് പുറത്തേക്ക് വരാൻ പറ്റിയൊരു മാസമാണ്. ജീവിതത്തിൽ കഷ്ടനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതിനർത്ഥം എപ്പോഴും അത് അങ്ങനെ ആയിരിക്കണമെന്നില്ല. മാത്രമല്ല ഇതിൽ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം, ഈ ഒരു മാസം എല്ലാം വളരെ സ്മൂത്ത് ആയിരിക്കും എന്നുള്ളതല്ല. എല്ലാ കാര്യങ്ങളും മുന്നിലേക്ക് വരുമ്പോൾ ഒരു ചലഞ്ച് എന്തായാലും ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അവിടെ നിന്നിട്ട് എന്റെ ജീവിതത്തിൽ മാത്രം എങ്ങനെയാണ്, ഞാൻ എങ്ങനെയാണ് എന്നുള്ളൊരു ചിന്തയിൽ പോകാതെ അതിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് കടക്കുകയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുക ജീവിതം നല്ല രീതിയിൽ. അപ്പോൾ ആ ഒരു ചലഞ്ച് വരുമ്പോൾ ഇതിനെ എങ്ങനെ മറികടക്കണം എന്നുള്ളൊരു ചിന്ത, ഒരു നെഗറ്റിവിറ്റി വരാതെ അതിനെ മറികടന്ന് മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങളെ ജീവിതത്തിൽ മുന്നേറുന്നുണ്ട്. ഇതൊരു ഒറ്റ ദിവസത്തെ കാര്യമല്ല, ജീവിതാവസാനം വരെ കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യങ്ങൾ സാധ്യമാകുന്ന അവസരമാണ്. ഇങ്ങനെയുള്ള അവസരങ്ങൾ എപ്പോഴും വരണമെന്നില്ല.
കളയുന്നില്ല, നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ സൺഫയർ എനർജിയാണ് കാണിക്കുന്നത്. ഈ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ അഡ്വെഞ്ചേഴ്സ്, അതേപോലെ ചില ആളുകൾ ഒക്കൾട്ട് നോളേജ് ഒക്കെ, അതായത് ടാരോറ്റ് റീഡിങ് അതുപോലെയുള്ള കാര്യങ്ങൾ, ഗൂഢശാസ്ത്രങ്ങളിലേക്ക് താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യം, ഒരു ട്രാൻസ്ഫോർമേഷനാണ്. ട്രാൻസ്ഫോർമേഷൻ ഒരു വലിയൊരു മാറ്റമാണ് നിങ്ങളുടെ ജീവിതത്തിൽ കാണിക്കുന്നത്. ആ ഒരു മാറ്റം നിങ്ങൾ പല കാര്യങ്ങളെയും തേടി മനസ്സിലാക്കി അന്വേഷിച്ച് യാത്രകൾ കാണിക്കുന്നുണ്ട്. പ്രകൃതിയിലൂടെ ഒത്തിരി സ്ഥലങ്ങൾ, നിഗൂഢമായിട്ടുള്ള സാഹചര്യങ്ങളും സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുന്നുണ്ടാവും. ചില ആളുകൾ കാശി രാമേശ്വരം പോലുള്ള ഇടങ്ങളിലും അതുപോലെയുള്ള വെറുതെ യാത്ര പോയിട്ട് അല്ലെങ്കിൽ ഗംഗയിൽ മുങ്ങിക്കുളിക്കുന്ന ഒരു സാഹചര്യം മാത്രമല്ല, കൂടുതൽ നിഗൂഢമായിട്ടുള്ള കാര്യങ്ങൾ അഘോരികളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടതോ അല്ലെങ്കിൽ മറ്റു ചിലർ, അതേപോലെ മറ്റ് വിദേശ രാജ്യത്തുള്ള ആളുകളാണെങ്കിൽ പോലും അങ്ങനെയുള്ള തരത്തിൽ ബന്ധപ്പെടുത്തിയിട്ടുള്ള മിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു പോകുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. പല വിദേശ രാജ്യങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങളിലും ഒക്കെ അതുപോലെയുള്ള സ്ഥലങ്ങൾ എടുത്തു പറയുന്നില്ല ഇന്ന സ്ഥലം എന്നുള്ളത്, പക്ഷെ അതുപോലെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ സന്ദർശിക്കാനും അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും ഓരോരുത്തരുടെ സാഹചര്യം അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. ചില ആളുകൾ ഒരു അഡ്വഞ്ചർ ടിപ്സ്, സാഹസിക യാത്രകൾ, അഡ്വഞ്ചർ ട്രിപ്പിന് പോകുന്നതായിരിക്കാം എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പലതരത്തിൽ ഓരോരുത്തർക്ക് എങ്ങനെയാണ് റെസനേറ്റ് ആവുന്നത് അതിനനുസരിച്ചിട്ട് എടുക്കുക എന്നുള്ളത് പറഞ്ഞ് ഇവിടെ നിർത്തുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയെങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ബിഗ് താങ്ക് യു.